Hi guys, my name is Irfan Habib. Welcome to my YouTube channel English Pod. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷിൽ നമുക്ക് ആരോടും പെർമിഷൻസ് ചോദിക്കാം. എങ്ങനെ പെർമിഷൻ ചോദിക്കാം? ഇപ്പോൾ നമ്മൾ സാധാരണ ഒരുപാട് പെർമിഷൻസ് ചോദിക്കാറുണ്ട്. അനുവാദങ്ങൾ ചോദിക്കും. സാറേ, ഞാനൊന്ന് പുറത്തേക്ക് പോട്ടെ, ഞാൻ ഈ മൊബൈൽ ഒന്ന് ഉപയോഗിക്കട്ടെ, ഞാൻ നിങ്ങളുടെ ബൈക്ക് ഒന്ന് എടുക്കട്ടെ, ഞാൻ ആ AC ഒന്ന് ഓഫ് ചെയ്യട്ടെ, സാറേ ഞാനൊന്ന് ബാത്റൂമിലേക്ക് പോട്ടെ, അല്ലെങ്കിൽ ഞാനിവിടെ നിന്ന് ഇരുന്നോട്ടെ. ഇങ്ങനെ നമ്മൾ ഒരുപാട് അനുവാദങ്ങൾ ചോദിക്കാറുണ്ട്. അനുവാദം ചോദിക്കാൻ, പെർമിഷൻസ് ചോദിക്കാൻ ഇംഗ്ലീഷിൽ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ആരോടും എന്ത് പെർമിഷനും ചോദിക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ അറിഞ്ഞാൽ മതി. ഈ ഐഡിയയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഇംഗ്ലീഷിൽ മേ ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എന്ത് പെർമിഷനും ചോദിക്കാൻ പറ്റും. ഉദാഹരണത്തിന് മേ ഐ ഗോ എന്ന് പറഞ്ഞാൽ പോവുക. മേ ഐ ഗോ എന്ന് ചോദിച്ചാൽ എന്താർത്ഥം? പോട്ടെ, ഞാൻ പോട്ടെ എന്നാണ് ചോദ്യത്തിനർത്ഥം. ഞാൻ പോട്ടെ, മേ ഐ ഗോ. അപ്പോൾ നിങ്ങൾക്ക് ഒരാളോട് പെർമിഷൻ ചോദിക്കണം, ഞാൻ പോട്ടെ, മേ ഐ ഗോ എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ വരട്ടെ എന്ന് ചോദിക്കാൻ മേ ഐ കം, ഞാൻ വരട്ടെ, മേ ഐ കം. അപ്പോൾ ഞാൻ പോട്ടെ, മേ ഐ ഗോ. ഞാൻ വരട്ടെ, മേ ഐ കം. ഞാൻ ഇരിക്കട്ടെ എന്നെങ്ങനെയാണ് ചോദിക്കാം? മേ ഐ സിറ്റ്. ഞാൻ ഇരിക്കട്ടെ, മേ ഐ സിറ്റ്. ഞാൻ ചോദിക്കട്ടെ, മേ ഐ ആസ്ക്. ചോദിക്കുക എന്ന വാക്കിന് ആസ്ക് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ മേ ഐ ആസ്ക്, ഞാൻ ചോദിക്കട്ടെ. ഞാൻ പോട്ടെ, മേ ഐ ഗോ. ഞാൻ വരട്ടെ, മേ ഐ കം. ഞാൻ ഇരിക്കട്ടെ, മേ ഐ സിറ്റ്. ഞാൻ വിളിക്കട്ടെ, മേ ഐ കോൾ. ഞാൻ വിളിക്കട്ടെ, മേ ഐ കോൾ. ഞാൻ സംസാരിക്കട്ടെ, മേ ഐ സ്പീക്ക്. ഞാൻ സംസാരിക്കട്ടെ, മേ ഐ സ്പീക്ക്. ഞാൻ പോട്ടെ, മേ ഐ ഗോ. ഞാൻ വരട്ടെ, മേ ഐ കം. ഞാൻ ഇരിക്കട്ടെ, മേ ഐ സിറ്റ്. ഞാൻ ചോദിക്കട്ടെ, മേ ഐ ആസ്ക്. ഞാൻ കുടിക്കട്ടെ, മേ ഐ ഡ്രിങ്ക്. ഞാൻ കുടിക്കട്ടെ, മേ ഐ ഡ്രിങ്ക്. ഞാൻ തിന്നട്ടെ, മേ ഐ ഈറ്റ്. ഞാൻ തിന്നട്ടെ, മേ ഐ ഈറ്റ്. അപ്പോൾ ഞാൻ പോട്ടെ, മേ ഐ ഗോ. ഞാൻ വരട്ടെ, മേ ഐ കം. ഞാൻ ഇരിക്കട്ടെ, മേ ഐ സിറ്റ്. ഞാൻ ഉറങ്ങട്ടെ, മേ ഐ സ്ലീപ്പ്. നിങ്ങൾക്ക് ജസ്റ്റ് വാക്കുകൾ മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള എന്ത് പെർമിഷൻസും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഏത് പെർമിഷനും ആയിക്കോട്ടെ. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാത്തൊരു വാക്കായിരിക്കാം. അറിയാത്ത വാക്കാണെങ്കിൽ നിങ്ങൾ ആ വാക്ക് അറിഞ്ഞാൽ മാത്രം മതി, അല്ലെങ്കിൽ ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രം മതി. നിങ്ങൾക്കത് പെർമിഷനായി ചോദിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ കുളിക്കട്ടെ എന്ന് ചോദിക്കണം. കുളിക്കുക എന്നുള്ള വാക്ക് ബെയ്ത്ത് ആണ്. ബെയ്ത്ത് അല്ലെങ്കിൽ ബാത്ത് എന്നും പറയാറുണ്ട്. ഞാൻ കുളിക്കട്ടെ എന്ന് ചോദിക്കാൻ മേ ഐ ബെയ്ത്ത്സ്. ഓക്കെ. ഞാൻ പഠിക്കട്ടെ, മേ ഐ സ്റ്റഡി. ഇതുപോലെ ഞാൻ പറയുന്ന വാക്കുകളുടെ ഇംഗ്ലീഷ് നിങ്ങൾ സ്പീഡിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളതിൻ്റെ ഇംഗ്ലീഷ് പറയണം. അപ്പോൾ ഞാൻ പോട്ടെ, യെസ്, മേ ഐ ഗോ എന്ന് നിങ്ങൾ പറയണം. ഞാൻ വരട്ടെ, ഞാൻ ഇരിക്കട്ടെ, ഞാൻ തുറക്കട്ടെ, മേ ഐ ഓപ്പൺ. ഞാൻ അടയ്ക്കട്ടെ, മേ ഐ ക്ലോസ്. ഞാൻ ഇരിക്കട്ടെ, ഞാൻ പോട്ടെ, ഞാൻ വരട്ടെ, ഞാൻ ചോദിക്കട്ടെ, മേ ഐ ആസ്ക്. ഞാൻ ചോദിക്കട്ടെ, മേ ഐ ആസ്ക്. റെഡി അല്ലേ? ഇതുപോലെ ഞാൻ സ്പീഡിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ സ്പീഡിൽ റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾക്ക് കിട്ടാത്ത വാക്കുകളാണെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത് അതിനൊപ്പം തന്നെ റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പോട്ടെ, മേ ഐ ഗോ. ഞാൻ വരട്ടെ, ഞാൻ ഇരിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഉറങ്ങട്ടെ, ഞാൻ തുറക്കട്ടെ, ഞാൻ അടയ്ക്കട്ടെ, ഞാൻ പോട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ എഴുതട്ടെ, ഞാൻ വായിക്കട്ടെ, ഞാൻ പഠിക്കട്ടെ, ഞാൻ ഇരിക്കട്ടെ, ഞാൻ അന്വേഷിക്കട്ടെ, ഞാൻ സ്നേഹിക്കട്ടെ, ഞാൻ സഹായിക്കട്ടെ. റെഡി അല്ലേ? അപ്പോൾ ഞാൻ ഇങ്ങനെ സ്പീഡിൽ ചോദിക്കുന്നതനുസരിച്ച് നമ്മുടെ വാക്കുകൾ എന്ത് ചെയ്യണം? മൈൻഡ് അതിനനുസരിച്ച് വർക്ക് ചെയ്യണം. സ്പീഡിൽ ചോദിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിച്ചിട്ട് മലയാളത്തിൽ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണ സംസാരിക്കുക. സാധാരണ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റായി സംസാരിക്കാൻ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ചിന്തിച്ചിട്ട് മലയാളത്തിൽ പറയണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ തുടക്കക്കാർക്ക് ഒരിക്കലും ഇംഗ്ലീഷിൽ ചിന്തിക്കാനുള്ള ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് കൂട്ടി അവസാനം നമ്മൾ ആ ലെവലിലേക്ക് എത്തുന്നു. അപ്പം ഞാൻ പോട്ടെ എന്ന് ചോദിക്കാൻ മേ ഐ ഗോ. ഞാൻ വരട്ടെ, മേ ഐ കം. ഇനി നമുക്ക് ഈ പെർമിഷൻസ് വലുതാക്കണം. സ്പീഡ് കൂട്ടി അതുപോലെ തന്നെ വലിയ വലിയ പെർമിഷൻസ് ചോദിക്കണം. ഉദാഹരണത്തിന് ഞാൻ പുറത്തേക്ക് പോട്ടെ, അപ്പം മേ ഐ ഗോ ഔട്ട്. ഞാൻ ക്ലാസ്സിലേക്ക് വരട്ടെ, മേ ഐ കം ഇൻ ടു ദ ക്ലാസ്. ഞാൻ വാതിൽ തുറക്കട്ടെ, മേ ഐ ഓപ്പൺ ദ ഡോർ. ഞാൻ വാതിൽ അടയ്ക്കട്ടെ, മേ ഐ ക്ലോസ് ദ ഡോർ. അപ്പം ഞാൻ പുറത്തേക്ക് പോട്ടെ, മേ ഐ ഗോ ഔട്ട്. ഞാൻ അകത്തേക്ക് വരട്ടെ, മേ ഐ കം ഇൻ. ഇതാണ് നമ്മൾ സാധാരണ ചോദിക്കുന്നത്, മേ ഐ കം ഇൻ സർ. അപ്പം ഞാൻ ഉറങ്ങട്ടെ, മേ ഐ സ്ലീപ്പ്.
ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. മേ ഐ ഡ്രിങ്ക് സം വാട്ടർ. മേ ഐ ഡ്രിങ്ക് സം വാട്ടർ. ഞാൻ ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. മേ ഐ ക്ലീൻ ദിസ് റൂം. ഞാൻ പുറത്തേക്ക് പോട്ടെ. മേ ഐ ഗോ ഔട്ട്. ഞാൻ നിന്റെ പെന്നൊന്ന് എടുക്കട്ടെ. മേ ഐ ടേക്ക് യുവർ പെൻ. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് പെർമിഷൻസും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം. സ്വന്തമായിട്ട് ഇതുപോലെ ഒരുപാട് വാക്കുകൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ ഒരാളോട് പെർമിഷൻസ് ഇംഗ്ലീഷിൽ ചോദിച്ചു തുടങ്ങുക. നമ്മുടെ 1ാമത്തെ ലെസണാണിത്. ഈ ഒരു പെർമിഷൻ ചോദിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോടും എങ്ങനെയും ഇംഗ്ലീഷ് സംസാരിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ തുടങ്ങട്ടെ. മേ ഐ സ്റ്റാർട്ട്. ഞാൻ തുടങ്ങട്ടെ. മേ ഐ സ്റ്റാർട്ട്. ഞാൻ ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ ചോദിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. മനസ്സിലാകുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ വാക്കിൻ്റെ അർത്ഥം ഡിക്ഷണറി തിരഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായിരിക്കും. മേ ഐ ഗോ. മേ ഐ കം. മേ ഐ സിറ്റ്. മേ ഐ ആസ്ക്. മേ ഐ സ്പീക്ക്. മേ ഐ ഓപ്പൺ. മേ ഐ ക്ലോസ്. മേ ഐ റൈറ്റ്. മേ ഐ റീഡ്. മേ ഐ ആസ്ക്. മേ ഐ ലിസൺ. മേ ഐ നോ. മേ ഐ സ്പീക്ക്. മേ ഐ ഡു. മേ ഐ ഹെൽപ്പ്. May I support? May I love? May I compel? May I write? May I read? May I go? May I come? May I sit? May I study? May I sleep? May I take? May I open the door? May I close the door? May I switch off AC? May I switch on the fan? May I ask you a question? May I ask you a doubt? May I sit here? May I go now? May I leave now? May I ask your name? May I know your name? May I ask a doubt? May I take your mobile phone? May I speak English for some time? May I sit here please? May I fill out your form? ഓക്കെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തും ഇംഗ്ലീഷിൽ ആര് ചോദിക്കുന്നത് കേട്ടാലും മനസ്സിലാവും. ചില സമയത്ത് നിങ്ങളുടെ ചെവി ചിലപ്പോൾ കുറച്ച് ബാക്കിലായിരിക്കും. ഞാൻ മലയാളി ആയതുകൊണ്ട് നിങ്ങൾക്കിത് മലയാളത്തിലായതുകൊണ്ട് ഈസി ആയിട്ട് മനസ്സിലാവും. ഇതുപോലൊരു ചോദ്യം ഇംഗ്ലീഷുകാരനാണ് ചോദിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ആക്സെന്റ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അത്രയേ ഉള്ളൂ. നിങ്ങൾക്കത് കേട്ടാൽ മനസ്സിലായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ഐഡിയാസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.